അപ്പോളേ നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ തുടങ്ങിയാലോ. ഇന്ന് ദോശയായിട്ടാണ് ഉണ്ടാക്കണത്. രണ്ടടുപ്പിലായിട്ടാണ് ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്. 2 പാൻ വെച്ചിട്ട് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വേഗം കഴിയണം, എനിക്ക് ക്ഷമയില്ല ഒരു കാര്യത്തിന്. പിന്നെ ഇന്ന് അയിലയാണ് വെക്കുന്നത്. അയില കറി വയ്ക്കണമുണ്ട്, വറക്കാനുമുണ്ട്. അപ്പോൾ അത് വറക്കാനുള്ളതൊക്കെ ഇങ്ങനെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. മുതിര കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല തേച്ച് വെച്ച മീൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്ത്. അതിൻ്റെ ഇടയിൽ നമ്മളെ ദോശ ചൂടൽ കഴിഞ്ഞിട്ടുണ്ട്. 2 അടുപ്പിലായാലും വേഗം കഴിയും. പിന്നെ ഒരടുപ്പിൽ നമ്മൾ ചട്നി, ദോശയ്ക്ക് ചട്നിയാണെന്ന്. അപ്പോൾ ചട്നിക്ക് നമ്മൾ കടുകും മുളകൊക്കെ പൊട്ടിച്ചിട്ട് ചെറുള്ളിയും നാളികേരവും പച്ചമുളകും ഇഞ്ചിയും കൂടി അടിച്ചിട്ടാണ് നമ്മൾ ചട്നി ഉണ്ടാക്കാനായിട്ട് ഇതാക്കിയത്. പിന്നെ നമ്മൾ കാച്ചാൻ പോണത് കുത്തിപ്പൊടി ഇട്ടിട്ടോ നമ്മൾ മുതിരപ്പേരി വെക്കാറ്. അതിൽ കുറച്ച് നാളികേരം കൂടി ചേർക്കാറുണ്ട്. അങ്ങനെ അത് ഒരടുപ്പിലാവണുണ്ട്. അങ്ങനെ ചട്നിയും മുതിരപ്പേരിയും ഒരുമിച്ചാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നൊരു തിരക്കുപിടിച്ച ദിവസമാണ് കേട്ടോ. അത് അയ്യോ നമ്മുടെ ഉള്ളി മൂത്തു കേട്ടോ. അപ്പോൾ നാളികേരം ഇടണം. നാളികേരം ഇട്ടു. ഇനി മുതിര കൂടി ഇടണം കേട്ടോ അതിനകത്ത്. അത് വാടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ തിരക്ക് പിടിച്ച ദിവസമാണ്. എന്താണെന്നറിയോ, ഇന്നേ വണ്ടിയില്ല ഓഫീസിൽ പോകാനായിട്ട്. അപ്പോൾ അനിയന് വണ്ടി ആവശ്യം വന്നു. ഒരെണ്ണം അമ്മയും കൊണ്ടുപോയി. അപ്പോൾ 2 വണ്ടിയും ഇല്ല. അപ്പോൾ ബസ്സിന് പോയാലോ എന്ന് ആലോചിക്കുക. ബസ് സ്റ്റോപ്പിലേക്ക് രാവിലെ പോകുമ്പോൾ അനിയൻ കൊണ്ടുവന്നാക്കി തന്നു കേട്ടോ. പിന്നെ തിരിച്ച് വരുമ്പോൾ ഞാൻ ബസ്സിന് വന്നിട്ട് ഞാൻ നടന്നു വരുമ്പോൾ ഒരു പ്രത്യേക വൈബാട്ടെ. എന്നും വണ്ടിക്ക് പോയിട്ടേ ഇപ്പം ആ നടന്ന് വരുന്ന കാര്യമൊക്കെ ഞാൻ മറന്നു ഞാൻ. അപ്പോൾ ഇടയ്ക്കൊന്നും എനിക്കൊരു ഇഷ്ടമാണ് നടന്നിങ്ങനെ പോകാനായിട്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ നടന്നിട്ടാണ് വന്നത്. അങ്ങനെ നടന്നിങ്ങനെ പാടത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ റോഡാണ് ഞങ്ങളെ വീടിൻ്റെ അവിടെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പാടമുണ്ട്. അപ്പോൾ പാടത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു വരുമ്പോൾ നല്ല വൈബായിരുന്നു കേട്ടോ. ആ വണ്ടി കണ്ടോ? അപ്പം ഞങ്ങളെ വീട്ടിലെ പശുക്കൾക്ക് തീറ്റ ലോഡ് വന്നതാണ്. അവർക്ക് ഫുഡ് വേണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മളെ വീടെത്താറായി. ആ ചേട്ടൻ അവിടെ വണ്ടിയിട്ട് വളയ്ക്കുന്നുണ്ട്. ആ ചേട്ടൻ എന്നോട് ചിരിച്ചുവിട്ടാൽ ഞാനിങ്ങനെ ക്യാമറയും തൂക്കി പിടിച്ച് വരണ കണ്ടിട്ട്. അങ്ങനെ ഇപ്പോൾ വീട്ടിൻ്റെ അവിടെ ഒരാളവിടെ ഉണ്ടാവും കേട്ടോ. ഒന്ന് എൻ്റെ മോള്, വേറൊരാൾ. അതാരാന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. മോള് കണ്ട ഇയാളാണ് 2ാമത്തെ ആൾ. ഇവർ 2 പേരും എന്നെയും കാത്തിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.